ആദ്യമായി ഈ ചാനൽ കാണുന്നവർക്ക് വേണ്ടിയിട്ട് പറയുവാണേ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മൾ എന്താണ് ഈ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രാമായണം ഉപയോഗിക്കുന്നവർക്കാണ് ഇതിലെ പേജ് നമ്പർ. ഇതനുസരിച്ച് രാമായണം 1-ാം ദിവസം മുതൽ വായിക്കേണ്ടുന്ന ഭാഗങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നത്തെ ദിവസം, അതായത് 3-ാം ദിവസത്തേക്ക് വായിക്കുന്നതിനുള്ള വീഡിയോയ്ക്ക് മുൻപായിട്ട് എൻ്റെ മാളുക്കുട്ടിയുടെ രാമരാമയൊന്ന് കേൾക്കാം നമുക്ക്. രാമ ഭാഗ്യമാരാ പാദനം ചെറിന്റെ മുകുന്ദന്റെ രാമ 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 ഭാഗ്യമ നാമപാദ നിന്റെ ഇന്ന് 3-ാം ദിവസം വായിക്കേണ്ടുന്ന ഭാഗങ്ങൾ ബാലകാന്ഡം പേജ് 32 മുതൽ, അതായത് ചിത്തകാമ്പിങ്കലേറ്റം വർദ്ധിച്ച ഭക്തിയോടും എന്ന് തുടങ്ങുന്ന വരി മുതൽ തന്നെ മായാദേവിയാകിയ സീതയോടും ഒന്നിച്ചു വാണാൻ അയോധ്യാപുരി തന്നിലന്നേ എന്ന് പറയുന്ന വരി 40-ാമത്തെ പേജിൽ ഈ വരി വരെയാണ് 3-ാം ദിവസം വായിക്കേണ്ടത്. നമുക്ക് എവിടെയാണത് വരുന്നത് എന്ന് നോക്കാം. ഇവിടം വരെയാണ് നമ്മൾ അഹല്യാസ്തുതിക്ക് തൊട്ട് മുകളിൽ വരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ച് തീർത്തത്. അപ്പോൾ ഇന്ന് നമ്മൾ തുടങ്ങുന്നത് അഹല്യാസ്തുതി മുതലാണ്. 3-ാമത്തെ ദിവസം നമുക്ക് അഹല്യാസ്തുതി മുതലാണ് വായിച്ചു തുടങ്ങേണ്ടത്. അഹല്യാസ്തുതി മുതൽ, അതായത് പേജ് നമ്പർ 32 അതുമുതൽ പേജ് നമ്പർ 40 വരെയാണ് വായിക്കേണ്ടത്. പേജ് നമ്പർ 40 എന്ന് പറയുമ്പോൾ ഇന്നത്തോടുകൂടി നമ്മൾ ബാലകാന്ഡം വായിച്ചു കഴിയും കേട്ടോ. അപ്പം 3-ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് ഈ രീതി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാലകാന്ഡം വരെ വായിക്കാം. പിന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ നേരത്തെ, ദിവസങ്ങൾ കൂടുതൽ, ഓരോ ദിവസത്തിൽ കൂടുതൽ സമയം കിട്ടുന്നുണ്ടെങ്കിൽ കൂടുതൽ പേജ് വായിക്കാം കേട്ടോ. കണ്ടോ, ഇത് നമ്മൾ ബാലകാന്ഡം ഇവിടെ സമാപിച്ചു. 3-ാം ദിവസം വായിക്കേണ്ടത് ഈ ബാലകാന്ഡം പൂർത്തിയാകുന്നത് വരെയാണ്. ഇത്തധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ ബാലകാന്ഡം സമാപ്തം. അത് 3-ാം ദിവസമാണ്. അപ്പോൾ ഇന്ന് 3-ാം ദിവസത്തെ പാരായണത്തിൻ്റെ കാര്യങ്ങളാണ്. എവിടെ മുതൽ എവിടെ വരെ എന്നാണ് പറഞ്ഞത്. അഹല്യാസ്തുതി മുതൽ ബാലകാന്ഡം സമാപിക്കുന്നത് വരെയാണ് 3-ാം ദിവസം വായിക്കുന്നത്. അപ്പോൾ ഇനി നാളെ മറ്റു രാമായണങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് ഇതിനകത്തുള്ള വരികൾ നോക്കിയാൽ മതി കേട്ടോ. വരികളും മറ്റേ സബ് ഹെഡിങ് ഒക്കെ ഒരുപോലെ ആയിരിക്കുമല്ലോ. മിക്ക രാമായണങ്ങളിലും സബ് ഹെഡിങ് ഒരുപോലെ ആയിരിക്കും. പിന്നെ അല്ലെങ്കിൽ വരി എന്തായാലും മാറ്റമൊന്നും വരത്തില്ലല്ലോ. ഹെഡിങ്ങുകൾ ചിലതിനകത്ത് ചില വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ കാണിച്ച രാമായണം ഉപയോഗിക്കുന്നവർക്കാണ് ഇതേപോലുള്ള, അതിൻ്റെ ഫ്രണ്ടിലുണ്ട് അതിൻ്റെ ഓരോ ദിവസവും ഉള്ളതും. പക്ഷേ അതിനകത്ത് ഈ ഓരോ വരികളും പേജ് നമ്പർ വെച്ച് നോക്കി കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. തൊട്ടടുത്ത ദിവസം വായിക്കേണ്ട ഭാഗങ്ങളാണ് ഞാൻ തലേ ദിവസം അപ്ലോഡ് ചെയ്യുന്നത്. കാര്യം എങ്കിലല്ലേ നിങ്ങൾക്കത് നോക്കി മനസ്സിലാക്കി അടയാളപ്പെടുത്തി വെച്ചിട്ട് പിറ്റേ ദിവസം വായിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ഈ 2-ാം ദിവസം 3-ാമത്തെ വായിക്കേണ്ടുന്നതും 3-ാം ദിവസം 4-ാമത്തെ ദിവസം വായിക്കേണ്ടതും അങ്ങനെയാണ് ഞാൻ ഇട്ടു പോകുന്നത് കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക.